നമസ്കാരം. ഇതായിരുന്നു രാഹുൽ ഗാന്ധി. രാജ്യം കണ്ട രാഹുൽ ഗാന്ധി ഇതായിരുന്നു. ഇന്നത്തെ ലോക്സഭയിലെ ആ ഒരു കിടിലൻ പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ സകല പവറും എടുത്ത് രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയെ കിടുക്കിയിരിക്കുകയാണ്. കാരണം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്കൊപ്പം തന്നെ പുരാണങ്ങളെ കൂടി കൂട്ടുപിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം തന്നെ ഇപ്പോൾ തകർന്നു പോവുകയാണ്. ഇന്ന് രാഹുൽ നടത്തിയ ലോക്സഭയിലെ ആ ഒരു പ്രസംഗം ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത തരത്തിൽ ഇപ്പോൾ മുട്ടുകുത്തിച്ചിരിക്കുന്ന അവസ്ഥയിൽ തലതാഴ്ത്തിയിരിക്കുകയാണ്. ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ രാഹുലിന്റെ ആ വാക്കുകളെ പ്രതിരോധിക്കാൻ കഴിയാതെ തലയിൽ കൈവയ്ക്കുന്ന ഭരണപക്ഷത്തെയും അതോടൊപ്പം തന്നെ മന്ത്രിസഭയെയുമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമനെയും പേരെടുത്ത് വിമർശിച്ചുകൊണ്ടുള്ള രാഹുലിൻ്റെ ആ പ്രസംഗത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിക്കും വിറങ്ങലിച്ചു നിന്നുപോയി. ഈ സമയം സ്പീക്കർ ഇടപെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെ ഭരണപ്രതിപക്ഷ വാക്പോരിനാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ന് ലോക്സഭയിൽ വഴിവെച്ചത്. 6 വ്യക്തികളുടെ പേരിലേക്കും അടിമത്തത്തിലേക്കും നമ്മുടെ രാജ്യം നീങ്ങുന്നു എന്ന ആ സത്യം രാഹുൽ ഗാന്ധി കാട്ടിക്കൊടുത്തു. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അതുപോലെ തന്നെ അജിത് ഡോവൽ, അംബാനി, അദാനി എന്നിവരാണ് ആ 6 പേർ. അവരാണ് ആധുനിക ചക്രവ്യൂഹം ഈ രാജ്യത്തിന് മുകളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തെ യുവാക്കളും അതോടൊപ്പം തന്നെ കർഷകരും സ്ത്രീകളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരും ആ പത്മവ്യൂഹത്തിൽപ്പെട്ട് കിടക്കുകയാണ് എന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇന്ന് മുഴക്കിയപ്പോൾ ശരിക്കും ഈ രാജ്യം വലിയ തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ്: മഹാഭാരതത്തിൽ അഭിമന്യുവിന് സംഭവിച്ചതാണ് ഇപ്പോൾ ഇന്ത്യക്ക് സംഭവിക്കുന്നത്. ഈ പരാമർശത്തോടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ന് ലോക്സഭയിൽ തുടങ്ങിയത് തന്നെ. കുരുക്ഷേത്രത്തിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുരുക്കിക്കൊന്നു. 6 പേരാണ് ആ ചക്രവ്യൂഹം സൃഷ്ടിച്ചെടുത്തത്. താമരയുടെ രൂപമായതിനാലാണ് ആ കുരുക്കിന് പത്മവ്യൂഹം എന്ന പേര് വന്നത്. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ഇതാ ഇന്ത്യ മറ്റൊരു പത്മവ്യൂഹത്തിൽ കുരുങ്ങിക്കിടക്കുന്നു. BJPയുടെ താമര എന്ന പ്രധാനമന്ത്രി ഇപ്പോൾ നെഞ്ചിൽ ധരിച്ച ആ ചിഹ്നമാണ് ആ കുരുക്ക് എന്നാണ് രാഹുൽ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, അംബാനി, അദാനി എന്നിവരാണ് ആ ആധുനിക ചക്രവ്യൂഹം സൃഷ്ടിച്ചെടുത്തത്. രാഹുലിൻ്റെ ഈ വാക്കുകൾ ശരിക്കും ഭരണപക്ഷത്തെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. പറയാൻ വാക്കുകളില്ലാതെ നാവ് തന്നെ വറ്റിപ്പോയ നരേന്ദ്രമോദിയെ കണ്ട് ശരിക്കും BJPക്ക് തന്നെ ഇപ്പോൾ ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും അവസാനം അപകടഘട്ടത്തിൽ ഇടപെടുന്ന സ്പീക്കർ തന്നെ ഇതിലും ഇടപെടുകയാണ് ഉണ്ടായത്. രാഹുലിൻ്റെ ഈ പത്മവ്യൂഹ പരാമർശത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെട്ടതോടുകൂടി അതിനും രാഹുൽ നല്ല തകർപ്പൻ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അതായത് താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ NSA, അംബാനി, അദാനി എന്നിവരുടെ പേരുകൾ ഒഴിവാക്കുകയും 3 പേരുകൾ മാത്രം പരാമർശിക്കുകയും ചെയ്യുമെന്നായിരുന്നു രാഹുലിൻ്റെ ആ ഒരു കിടിലൻ മറുപടി. എന്നിട്ടും നിർത്താതെ ലോക്സഭയിൽ ഭരണപക്ഷത്തെ അടിച്ചൊതുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഇന്ത്യ പിടിച്ചടക്കിയ ചക്രവ്യൂഹത്തിന് പിന്നിൽ 3 ശക്തികളുണ്ട്. കുത്തക മൂലധനമാണ് ഇതിൽ ആദ്യത്തേതെന്നാണ് രാഹുൽ തുറന്നടിച്ചത്. ഇന്ത്യൻ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കാൻ 2 പേരെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി. ഈ രാജ്യത്തെ സ്ഥാപനങ്ങൾ, ഏജൻസികൾ, ED, CBI, ആദായ നികുതി വകുപ്പ് ഇവരൊക്കെ ഈ ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഈ രാജ്യത്തെ തകർത്തു എന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കടന്നാക്രമണമാണ് നടന്നത്. മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലെ ആ പദ്ധതികളെ മുഴുവൻ തന്നെ കണക്കറ്റ പരിഹസിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ലോക്സഭയിലെ പ്രസംഗം മുഴുവൻ നടന്നത്. ശരിക്കും നിങ്ങളതൊന്ന് കേൾക്കേണ്ടതാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.